അമേരിക്ക ഇത്രയും വർഷമായി ഉക്രൈൻ നൽകിയിരുന്ന റെഡ് ലൈൻ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതായത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ പ്രദേശത്ത് ആക്രമണം നടത്തരുതെന്നും റഷ്യയുടെ പ്രദേശത്ത് US നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ അമേരിക്ക ഇപ്പോൾ ആ റെഡ് ലൈൻ പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുന്നു. ബെൽഗ്രോഡ് മേഖലയിൽ കഴിഞ്ഞ 2 വർഷമായി ഉക്രൈൻ ചെയ്യാത്ത ഒരു സംഭവം. ഇപ്പോൾ റഷ്യയുടെ പ്രദേശമായ ബെൽഗ്രോഡിൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാൽ ആക്രമിച്ചു. ഇതിൽ ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ അത്ഭുതപൂർവമായ തലത്തിൽ വർദ്ധിച്ചു. ഹിസ്ബുള്ള മറ്റൊരു ഹെർമിസ് ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തി. ഇതെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് തായ്വാനും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ വളരെയധികം കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച ചൈനയിൽ നിന്നുള്ള 2 ലാൻഡിംഗ് കപ്പലുകൾ തായ്വാൻ കടലിടുക്ക് കഴിഞ്ഞ് തായ്വാൻ മേഖലയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കടൽ സംരക്ഷണ സേന അവരെ തടഞ്ഞ് 2 കപ്പലുകളെയും ചൈനീസ് മേഖലയിലേക്ക് തന്നെ തിരിച്ചയച്ചു. ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ F-35 വിമാനങ്ങളുമായി അലാസ്കയിൽ അഭ്യാസത്തിലേർപ്പെട്ടിരുന്നു. ഈ അഭ്യാസത്തിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ റഫേലുകൾക്ക് J-20 ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ നേരിടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ശക്തി എങ്ങനെ കണ്ടെത്താനാകുമെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ J-20 എത്ര തന്നെ ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനമായാലും നമ്മുടെ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ അതിൽ നിന്നും കുറഞ്ഞതൊന്നുമല്ല. ശരിയായ ഇലക്ട്രോണിക് വാർഫെയർ സോഴ്സ്, പ്രോപ്പർലി ട്രെയിൻഡ് പൈലറ്റ്സ് ഉണ്ടെങ്കിൽ ഈ 20 വിമാനങ്ങളെ നമ്മുടെ റഫേൽ വിമാനങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ പരാജയപ്പെടുത്തും. എത്യോപ്യയിൽ മറ്റൊരു TB2 ബെറാക്ടർ ഡ്രോണുകൾ തകർന്നു. ഈ ഡ്രോണിന് തുർക്കി വളരെയധികം ഹൈപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ നടന്ന റഷ്യ ഉക്രൈൻ യുദ്ധം നോക്കുകയാണെങ്കിൽ ഈ ഡ്രോണുകൾ ഒരു ഗെയിം ചേഞ്ചറായി മാറില്ല എന്നുള്ളത് വളരെ വ്യക്തമായി. ഈ ഡ്രോണുകൾ വിമാനികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് മനസ്സിലായി. ഇങ്ങനെ പറയാൻ കാരണം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തുർക്കി ഉക്രൈന് 50 ഡ്രോണുകൾ നൽകിയിരുന്നു. ഇപ്പോൾ ഉക്രൈൻ എത്ര ഡ്രോണുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 13 അല്ലെങ്കിൽ 15 ഡ്രോണുകൾ മാത്രം. മറ്റെല്ലാ ഡ്രോണുകളെയും റഷ്യ വെടിവെച്ച് വീഴ്ത്തി. അടുത്തത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട് IMF വഴി ഉക്രൈന് 2 ബില്യൺ സഹായം നൽകും എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അടുത്തത്, സെലൻസ്കി സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂരിൽ വെച്ച് ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത. ബെൽഗ്രോഡ് മേഖലയിലെ ആക്രമണത്തെക്കുറിച്ചാണ് ഞാൻ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. വെള്ളിയാഴ്ച ഫോബ്സിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഉക്രൈന് അമേരിക്ക നൽകിയ റെഡ് ലൈൻ അവർ പിൻവലിക്കാൻ പോവുകയാണ്, മായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അവർ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത്രയും ദിവസം അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രിട്ടൻ ആയുധങ്ങൾ, ഫ്രാൻസ് ആയുധങ്ങൾ, ജർമ്മനി ആയുധങ്ങൾ, എന്തിന് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ നിങ്ങൾക്ക് ഉക്രൈൻ ടെറിട്ടറിക്കുള്ളിൽ റഷ്യൻ പ്രദേശത്ത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാം, നിങ്ങൾക്ക് അവരുടെ പ്രതിരോധ കേന്ദ്രങ്ങൾ നശിപ്പിക്കാം, ക്രീമിയയിലെ ബ്ലാക്ക് സീ കപ്പൽ നശിപ്പിക്കാം. ഇങ്ങനെ ഇതിനെല്ലാം അവർ ഗ്രീൻ സിഗ്നൽ നൽകിയിരുന്നു. എന്നാൽ ഒറിജിനൽ റഷ്യ ഉക്രൈൻ ടെറിട്ടറി, സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം റഷ്യയ്ക്കും ഉക്രൈനും ഉണ്ടായിരുന്ന ടെറിട്ടറി, അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ പോലും അകത്തേക്ക് കടന്ന് ആക്രമിക്കരുത് എന്ന് ഉക്രൈന് ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു വലിയ പ്രാദേശിക സംഘർഷം എന്നതിനപ്പുറം അത് നാറ്റോ വേഴ്സസ് റഷ്യ എന്നൊരു പ്രശ്നമായി മാറുമെന്ന് അമേരിക്ക ഭയപ്പെട്ടു. എന്നാൽ അടുത്തിടെ കാർഖീവ് മേഖലയിൽ റഷ്യ അവരുടെ 2ാമത്തെ ആക്രമണം ആരംഭിച്ചു. ആദ്യ അധിനിവേശത്തിന് ശേഷം അവർ ഉക്രൈന്റെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിച്ചു. എല്ലാ മേഖലകളിലും ആക്രമണം വർദ്ധിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു. അതിനാൽ അവർ കാർഖീവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതു മുതൽ റഷ്യയ്ക്ക് വിജയങ്ങൾ മാത്രം ലഭിച്ചു തുടങ്ങി. 24 മണിക്കൂറിനുള്ളിൽ 90 ചതുരശ്ര കിലോമീറ്റർ അവർ പിടിച്ചെടുത്തു. ഒരു ദിവസം കൊണ്ട് 9 ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു. ഇങ്ങനെ എല്ലാ ദിവസവും കാർഖീവ് മേഖലയിൽ റഷ്യ വിജയം നേടി, അതും വലിയ പരിശ്രമമൊന്നുമില്ലാതെ. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ റഷ്യ ഇതുപോലെ ആക്രമണം തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവർ ലിപ്സി വരെ പിടിച്ചെടുക്കും. അവിടെ നിന്ന് അവർ കാർഖീവിന്റെ തലസ്ഥാനത്തിന്റെ 50 മുതൽ 60 കിലോമീറ്റർ വരെ പിടിച്ചെടുക്കും. അതിനാൽ റഷ്യ ഇത്രയും വലിയൊരു ആക്രമണം നടത്തി, അതിൽ നിന്ന് അവർക്ക് നേട്ടവും ലഭിച്ചു. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഇനിയും വൈകിയാൽ, അല്ലെങ്കിൽ ഇനിയും ഉക്രൈൻ ഇതുപോലെ നിയന്ത്രിക്കുകയാണെങ്കിൽ അവരുടെ വലിയൊരു മേഖല, കാരണം കാർഖീവിനെ സംബന്ധിച്ച് റഷ്യയ്ക്ക് അതൊരു വലിയ വിജയമായി മാറും. ഉക്രൈൻ്റെ 2ാമത്തെ വലിയ പ്രവിശ്യയാണത്. അത് അവർക്ക് എളുപ്പത്തിൽ പിടിച്ചെടുക്കാനാകും. ഇങ്ങനെ ചിന്തിച്ച് അമേരിക്ക ചെയ്തത്, കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്തത്, അവർ ആ റെഡ് ലൈൻ മാറ്റുകയായിരുന്നു. ഉക്രൈനിൽ നിന്ന് നമ്മുടെ ആയുധങ്ങൾ, അമേരിക്കൻ ആയുധങ്ങൾ മാത്രം, മറ്റ് യൂറോപ്യൻ ആയുധങ്ങളൊന്നും അവർ അവിടെ പരാമർശിച്ചിട്ടില്ല.
അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്ത്, അതായത് റഷ്യ ഉക്രൈൻ അതിർത്തിയിലെ പ്രധാന സൈനിക സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട സൈനിക ഇൻസ്റ്റാളേഷനുകൾ നിങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുമെന്ന് ആദ്യ അപ്രൂവൽ കൊടുത്തു. റഷ്യയുടെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങൾ ആക്രമിക്കാൻ ഇതുവരെയും അവർ അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ അതേസമയം റഷ്യ അതിർത്തിയിൽ ഈ പ്രധാനപ്പെട്ട സൈനിക ഘടനകളെ, പ്രധാനപ്പെട്ട സൈനിക സ്ഥാപനങ്ങളെ ആക്രമിക്കാൻ അനുവാദം നൽകുന്നു. ഈയൊരു അറിയിപ്പ് വന്ന് കൃത്യം 1 മണിക്കൂറിനുള്ളിൽ ഉക്രൈനിലെ ബെൽഗ്രോഡിൽ ഹൈമാസ് ഉപയോഗിച്ച്, ഹൈ മൊബിലിറ്റി ആർട്ടിലറി സിസ്റ്റം ഉപയോഗിച്ച് അവർ ഒരു വലിയ ആക്രമണം നടത്തുന്നു. ഇതുവരെയും ബെൽഗ്രോഡിൽ നേരിട്ടുള്ള US ആയുധമോ നേരിട്ടുള്ള യൂറോപ്യൻ ആയുധമോ പൊട്ടിത്തെറിച്ചിട്ടില്ല. അവർ ഇതുവരെയും ഉപയോഗിച്ചിരുന്ന എല്ലാ ആയുധങ്ങളും ഉക്രൈൻ നിർമ്മിച്ചതാണ്. മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ഉപയോഗിച്ച്, പീരങ്കികൾ മാത്രം ഉപയോഗിച്ചായിരുന്നു അറ്റാക്ക് നടത്തിയിരുന്നത്. റഷ്യയുടെ പ്രദേശത്ത് ആദ്യമായി ഇപ്പോൾ അമേരിക്കയുടെ ആയുധം വീണു. ഇതിനും ധാരാളം തെളിവുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഹൈമാസ് റോക്കറ്റുകളുടെ ഭാഗങ്ങൾ, സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തെറിച്ച സ്പെയർ പാർട്സ്, ഇതെല്ലാം ഇന്റർനെറ്റിൽ ലഭ്യമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായി ഉക്രൈൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. തങ്ങളെ ആക്രമിക്കാൻ US ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് റഷ്യയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം തീർച്ചയായും ഉക്രൈൻ ഇത്തരമൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനോട് റഷ്യ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത്, അടുത്ത യുദ്ധം എങ്ങനെ നീങ്ങുമെന്നുള്ളതും കാത്തിരുന്നേനെ കാണാം. ശരി, ഇതൊരു വലിയ റെഡ് ലൈൻ. ഇതിനുശേഷം ഉക്രൈനെ മുഴുവനായും പിടിച്ചെടുക്കാൻ റഷ്യ തീരുമാനിക്കുമോ? ഇതൊരു സമ്പൂർണ്ണ യുദ്ധമായി മാറുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ ആക്രമണത്തിൽ സിവിലിയൻ ആൾനാശമൊന്നും സംഭവിച്ചിട്ടില്ല. അതല്ലാതെ ഒരു ലോക്കൽ ഒഫീഷ്യൽ മാത്രമാണ് മരിച്ചത്. അതിനാൽ റഷ്യ പതിയെ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. നമുക്കത് കാത്തിരുന്ന് കാണാം. ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശനിയാഴ്ച ഹെർമിസ് ഡ്രോണിനെ വീണ്ടും ഹിസ്ബുള്ള വെടിവെച്ച് വീഴ്ത്തി. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്ത് കിര്യത്ത് ഷിമോന ഭാഗത്ത് ആക്രമണം വളരെ അക്രമാസക്തമായിരിക്കുന്നു. ഈ ഒരു ചിത്രം നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്നും മിണ്ടാതെ കണ്ടു നോക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഗാസയുടെ ചില ഭാഗങ്ങളാണെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഇത് ഇസ്രായേലിന്റെ വടക്കൻ ഭാഗമാണ്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയായ കിര്യത്ത് ഷിമോന എന്ന പ്രദേശത്ത് ശനിയാഴ്ച ഹിസ്ബുള്ള 35ലധികം മിസൈലുകൾ ഉപയോഗിച്ച് വെടിവെച്ചു. ഇക്കാരണത്താൽ ആ പ്രദേശത്തിന് സാരമായ നാശനഷ്ടം സംഭവിച്ചു. അടുത്ത ഒരു വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാണ്. ഞാനിത് പറയാൻ കാരണം, ഓരോ തവണയും ഈ ഹെർമിസ് ഡ്രോണിനെ ഹിസ്ബുള്ള വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അടുത്ത ലെബനനിലെ ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം വളരെ അക്രമാസക്തമായിരിക്കും. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ബെൽഗ്രോഡ് മേഖലയിൽ ആദ്യമായി അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.